വിക്രം രാഘവന്റെ റിസോർട്ടിലേക്ക് പാഞ്ഞെത്തി. സുവർണക്കൂട് എന്ന ആ പേര് ശരിയായിരുന്നു. നഗരത്തിരക്കുകളിൽ നിന്ന് അകന്ന് അതിമനോഹരമായ ഒരു തടാകത്തിന്റെ തീരത്തായിരുന്നു അത്. രാഘവന്റെ ഓഫീസ് മുറി തുറന്നു കിടന്നിരുന്നു. വിക്രം വേഗത്തിൽ അകത്തേക്ക് കടന്നു. മുറിയുടെ നടുവിൽ ഒരു കസേരയിൽ രാഘവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. രാഘവന്റെ നെഞ്ചിൽ ഒരു ചീട്ട് കുത്തിവെച്ചിരുന്നു. കിങ് ഓഫ് ക്ലബ്സ് സെഡു തെരനയെ മെനിര. വിക്രം തന്റെ പോക്കറ്റിലിരുന്ന മെമ്മറി കാർഡ് എടുത്തു. അത് കമ്പ്യൂട്ടറിലേക്ക് തിരുകി. ഒരു ചെറിയ ഫോൾഡർ തുറന്നു വന്നു. അതിൽ ഒരു വീഡിയോ ഫയൽ ഉണ്ടായിരുന്നു. വിക്രം അത് പ്ലേ ചെയ്തു. വീഡിയോയിൽ 2004 ഒരു കോടതി മുറിയിലെ ദൃശ്യങ്ങളാണ്. ഒരു കാർ അപകടത്തെക്കുറിച്ചുള്ള കേസ് നടക്കുകയാണ്. വർക്കി, മേരി, അനിൽ, തോമസ്, രാഘവൻ എന്നിവർ കോടതിയിൽ സാക്ഷികളായി നിൽക്കുന്നു. പ്രതിഭാഗത്ത് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. അയാൾ കരഞ്ഞുകൊണ്ട് തന്റെ മകന്റെ ഫോട്ടോ ജഡ്ജിക്ക് നൽകുന്നു. പ്രതി രാഘവന്റെ കാറാണ് മകനെ ഇടിച്ചത്. എന്നാൽ ഈ 5 പേരുടെയും വ്യാജ സാക്ഷിമൊഴികൾ കാരണം കേസ് തള്ളിക്കളയുന്നു. വിക്രം ഞെട്ടിത്തെറിച്ചു. പിന്നീട് ആ കമ്പ്യൂട്ടർ ശബ്ദം വീണ്ടും കേട്ടു. മിസ്റ്റർ വിക്രം, നിങ്ങൾ സത്യം കണ്ടെത്തി. ഈ 5 പേർ എന്റെ മകന്റെ ജീവനാണ് എടുത്തത്. അവർ നീതിയെ ചവിട്ടിമെതിച്ചു. എന്റെ പേര് അരുൺ. എന്റെ മകൻ മരിച്ചപ്പോൾ ഞാൻ മരിച്ചു. ഈ നീതികേടിന് ഞാൻ പ്രതികാരം ചെയ്തു. അവർ ഓരോരുത്തരുടെയും ജീവിതം ഞാൻ ഒരു ഗെയിം ആക്കി മാറ്റി. അരുൺ തുടർന്നു. അവസാനത്തെ കാര്യം, നിങ്ങൾ കണ്ടെത്തിയ താക്കോൽ, അത് നിങ്ങളുടെ ഫോണിലെ ഒരു ഫയലാണ്. വിക്രം തന്റെ ഫോൺ എടുത്തു നോക്കി. ഒരു ഫയൽ ഉണ്ടായിരുന്നു. അത് ഒരു ഓഡിയോ ഫയലായിരുന്നു. വിക്രം അത് പ്ലേ ചെയ്തു. അത് സുനിലിന്റെ ശബ്ദമായിരുന്നു. സാർ, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുന്നു. എന്റെ തെറ്റാണ് ഈ 5 പേരുടെ ജീവൻ എടുത്തത്. ഈ കളിയിലെ അവസാനത്തെ കളിക്കാരൻ ഞാനാണ്. ജോക്കർ. കളിയുടെ അവസാനം കളിയെ സഹായിച്ചവൻ സ്വന്തം ജീവൻ എടുക്കും. ഞാൻ എന്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുന്നു. വിക്രം തളർന്നു നിലത്തിരുന്നു. കൊലയാളി സുനിലായിരുന്നു. വിക്രമിനെ ഫോൺ വിളിച്ച് സഹായിച്ചിരുന്നത് സുനിൽ ആയിരുന്നു. എല്ലാം ഒരു കളിയായിരുന്നു. അതിന്റെ അവസാനം സുനിലിന്റെ ജീവൻ എടുക്കുന്ന ഒരു കളി. സുനിൽ സ്വയം മരിച്ചു. വിക്രം ആ കാഴ്ചയിൽ തളർന്നു. എല്ലാം അവസാനിച്ചു.